സോ ഇത്രയാണ് വാട്ടർ വരിക. അപ്സ്ട്രീം സൈഡ്, ഡൗൺ സ്ട്രീം സൈഡിൽ വാട്ടർ ഇല്ലാത്ത ഒരു കേസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വാട്ടർ ക്രീപ്സ് അലോങ് ദ ബോട്ടം കോണ്ടൂർ ഓഫ് ദി സ്ട്രക്ചർ. അപ്പൊ അതായത് ആ ക്രീപ്പ് ചെയ്യുന്ന ലെങ്ത് എത്രയാണോ അതിനെയാണ് ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. വാട്ടർ എത്ര ഡിസ്റ്റൻസ് ആണോ ക്രീപ്പ് ചെയ്യുന്നത് അതിനെ ക്രീപ്പ് ലെങ്ത് എന്ന് പറയും. ബോട്ടം കോണ്ടൂർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പോകുന്നത്? വാട്ടറിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കും? ഈ ഒരു പാറ്റേണിൽ ഇതിലൂടെ ജസ്റ്റ് ബോട്ടത്തിൽ കൂടെ മാത്രമേ ക്രീപ്പ് ചെയ്യുന്നുള്ളൂ എന്നാണ് ബ്ലൈറ്റ്സ് ഫസ്റ്റ് കോൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞത്. സ്ട്രക്ചറിന്റെ ഏറ്റവും ബോട്ടത്തിലൂടെ തന്നെ. അത് സത്യം പറഞ്ഞ ഒരു അസംഷൻ തന്നെയാണ്. കാരണം ബാക്കി ഒരു ഇക്വേഷൻ ഒക്കെ ജനറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ബ്ലൈറ്റ്സ് ജസ്റ്റ് അസ്യൂം ചെയ്തതാണ് ഇത്. ഇങ്ങനെയല്ല ശരിക്കും വാട്ടർ ക്രീപ്പ് ചെയ്യുക. വാട്ടർ നമ്മൾ പറയുന്ന രീതി മാത്രം ഈ സ്ട്രക്ചറിന്റെ താഴെ കൂടെ മാത്രമേ സീപ്പ് ചെയ്യുള്ളൂ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അതാണ് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് നിങ്ങളിപ്പം ഈ MOS ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും കുറച്ച് അസംഷൻ ചെയ്തിട്ടില്ലേ നമുക്ക് ഇപ്പൊ ഐസോമെട്രിക് അങ്ങനെയാണെന്ന് അസ്യൂം ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ച് കൺസെപ്റ്റിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ ഒരു അസംഷൻ തന്നെയാണിത്. അതായിരുന്നു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ ക്രീപ്സ് അലോങ് ബോട്ടം കോണ്ടൂർ. along bottom contour of structure. ആ ക്രീപ്പ് ചെയ്യുന്ന ലെങ്തിനെയാണ് നമ്മൾ ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. ക്രീപ്പ് ലെങ്തിന്റെ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. L is equal to എന്ത് വരും? 2 into D1 plus D2 plus D3 plus B വരും. ഓക്കെ, അതായത് D1 plus D1 plus L1 plus D2 plus D2 plus L2 plus D3 plus D3. അത് നമ്മൾ അങ്ങനെ സോൾവ് ചെയ്തിട്ട് എഴുതുമ്പോൾ L1 plus L2 B എന്ന് ആ 2-നെല്ലാം പുറത്തു എടുത്ത് പറഞ്ഞതാണ് ഞാൻ. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടാമത്തെ കൺസെപ്റ്റ്, സെക്കൻഡ് കൺസെപ്റ്റ്, മെയിൻ സെക്കൻഡ് കൺസെപ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ head loss is directly proportional to what? Creep length. Creep lengthന് പ്രൊപ്പോർഷണൽ ആണ് ഹെഡ് ലോസ്. ഇതാണ് അടുത്ത അസംഷൻ എന്ന് പറയുന്നത്. അതായത് ക്രീപ്പ് ലെങ്ത് കൂടും തോറും ഹെഡ് ലോസ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ക്രീപ്പ് ലെങ്ത് എന്തോരം കൂടുന്നോ അതിനനുസരിച്ച് ഹെഡ് ലോസ് ആയിക്കൊണ്ടേയിരിക്കും. ഈ കേസ് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പൊ FM ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാട്ടർ ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഹെഡ് വേണം. ഹെഡ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രഷർ ഉള്ളൂ. പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ വാട്ടറിനെ നമുക്ക് കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഈ കൺസെപ്റ്റ് പറയുമ്പോഴത്തേക്ക്, കാരണം ബോട്ടത്തിലൂടെ വാട്ടർ പോകുവാണ്, ബോട്ടത്തിലൂടെയാണ് ഈ വാട്ടർ സീപ്പ് ചെയ്യുന്നത്. അപ്പൊ സീപ്പേജിന്റെ കേസിൽ ഹെഡ് കൂടുന്നത് നമുക്ക് നല്ലതാണോ ചീത്തയാണോ? ഹെഡ് കൂടുക എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുക എന്നർത്ഥം. പ്രഷർ കൂടുമ്പോഴത്തേക്ക് കൂടുതൽ വാട്ടർ സീപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലേ. അപ്പൊ ഹെഡ് ഇവിടെ ലോസ് ആക്കുവാണ് നമുക്ക് വേണ്ടത്. എങ്ങനെയെങ്കിലും താഴേക്ക് പോകുന്ന വാട്ടറിന് ഹെഡ് കൂടുതൽ ഉണ്ടെങ്കിൽ, ഇവിടെ നല്ല ഹെഡ് ആണ് ഉള്ളതെങ്കിൽ പ്രഷർ കൂടുമ്പോഴത്തേക്ക് എന്ത് പറ്റും? കൂടുതൽ വാട്ടർ സോയിലിന്റെ ഉള്ളിലൂടെ സീപ്പ് ചെയ്ത് പോകും. അങ്ങനെ വരുന്നത് നമുക്ക് ശരിയല്ല. പക്ഷെ നമുക്ക് ഹെഡൊട്ട് കുറയ്ക്കാനും പറ്റില്ല. എന്തേ ചെയ്യാൻ പറ്റൂ? വരുന്ന ആ ഹെഡിനെ എങ്ങനെയെങ്കിലും ലോസ് ആക്കുക, ബോട്ടത്തിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ലോസ് ആക്കുക. അങ്ങനെ ഹെഡ് ലോസ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രീപ്പ് ലെങ്ത് കൂട്ടുക. ക്രീപ്പ് ലെങ്ത് എങ്ങനെ കൂട്ടും? ക്രീപ്പ് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പൈല് കൊടുത്തിരിക്കുന്നത്. പൈലിൽ കൊടുത്തിരിക്കുന്ന വേറെയും മീൻസ് പൈപ്പിംഗ് തടയാൻ വേണ്ടിയിട്ടും പൈല് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്ലൈ പ്രഷർ തടയാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും പൈപ്പിംഗ് ഹെൽപ്പ് ചെയ്യും. പൈല് ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഈ ഞാൻ ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ഇവിടെ ഇത് വേറെ, ഇതിന്റെ താഴത്തെ ഫ്ലോർ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ലെങ്ത് എന്ന് വിചാരിച്ചു. അപ്പൊ ക്രീപ്പ് ലെങ്ത് എത്രയേ ഉള്ളൂ? ഇത്രയും ഡിസ്റ്റൻസ് മാത്രം, അതായത് B എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ക്രീപ്പ് ലെങ്ത് ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഹെഡ് ലോസ് കുറവാണ്. ഹെഡ് ലോസ് ആകുന്നില്ല, കുറച്ചേ ഹെഡ് ലോസ് ആയിട്ടുള്ളൂ. അപ്പൊ എന്താ വേണ്ടേ? ക്രീപ്പ് ലെങ്ത് കൂട്ടണം. ക്രീപ്പ് ലെങ്ത് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്രീപ്പ് ലെങ്ത് കൂട്ടാൻ നിങ്ങൾ പറയോ? ക്രീപ്പ് ലെങ്ത് കൂട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും? അഭി
അഭിനവ് എന്ത്? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞേ, ക്രീപ്പ് ലെങ്ത് കൂട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും? ഗോകുലസ് എങ്ങനെയാ ക്രീപ്പ് ലെങ്ത് കൂട്ടാനുള്ള ഒരു വഴി പറയാവോ? ഫയലിന്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്ത് ഫയലിന്റെ ഡെപ്ത് കൂട്ടി കൊടുക്കുക. അല്ലെങ്കിൽ വേറൊരു വഴി, ഫയൽ ഇല്ലാന്ന് വിചാരിക്കും, ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഫ്ലോർ ആണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഫ്ലോറിന്റെ തിക്നെസ്സും ലെങ്ത്തും കൂട്ടി കൊടുക്കുക. ലെങ്ത് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഫ്ലോറിന്റെ ലെങ്ത് കൂട്ടി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ക്രീപ്പ് ലെങ്ത് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആയിക്കോളും. ഓക്കെ, അതിനുപോലെ തന്നെയാണ് ഇപ്പൊ ഫ്ലോറിന്റെ ലെങ്ത് നമുക്ക് ഇച്ചിരിയും കൂടെ കൂട്ടി നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ക്രീപ്പ് ലെങ്ത് കൂട്ടാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തത് എന്താ, വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മളിവിടെ ഫ്ലോർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതിനു വേണ്ടിയിട്ടാണ് പൈല് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പൊ 2 പൈലും കൂടെ കൊടുക്കുമ്പോ എന്താവും, ക്രീപ്പ് ലെങ്ത് കൂടും ഇല്ലേ? ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത് ബി പ്ലസ് ഈ 2 എണ്ണത്തിന് 2 × d1 + d2, d1 + d2 എന്നാവും. ഡെപ്ത് ഓഫ് ഫസ്റ്റ് പൈലും ഡെപ്ത് ഓഫ് സെക്കൻഡ് പൈലും d1 d2 ആണെങ്കിൽ ഇത്രയും ക്രീപ്പ് ലെങ്തും കൂടെ നമുക്ക് എക്സ്ട്രാ കൂട്ടാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, അപ്പൊ അതാണ് സെക്കൻഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഹെഡ് ലോസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്രീപ്പ് ലെങ്ത്. സോ ക്രീപ്പ് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പൈൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ഫ്ലോറിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ലെങ്ത്, നമുക്ക് ഇങ്ങനെ ക്രീപ്പ് ലെങ്ത് കൂട്ടണം എന്ന് പറഞ്ഞ് ഒരുപാട് ഫ്ലോർ ലെങ്തും കൊടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലോർ ലെങ്ത് ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ളതേ കൊടുക്കാൻ പറ്റും. ഒരുപാട് ഫ്ലോർ ലെങ്ത് കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഒരുപാട് ഫ്ലോർ ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ഇക്കണോമി കൂടുതലായിരിക്കത്തില്ലേ? സോ നമുക്ക് അങ്ങനെ കൂട്ടാനും പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് ബ്ലൈക്സ് തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്ലൈക്സിന്റെ തിയറി അനുസരിച്ചാണ് നമ്മൾ ഈ ക്രീപ്പ് ലെങ്തിനൊക്കെ ഒരു വാല്യൂ ഉണ്ട്, പറഞ്ഞുതരാം. ഓക്കെ, അതാണ് ഇനി ബ്ലൈക്സ് പറയാൻ പോകുന്നത്. സോ ഇതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ്, ഹെഡ് ലോസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്രീപ്പ് ലെങ്ത്. അല്ല എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇനി ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്താണ്? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഈസ് എ കോൺസ്റ്റന്റ്. സോ ഇനി ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്താന്ന് വെച്ചാൽ, ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഈസ് ഹെഡ് ലോസ് per unit length ആണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്, is equal to head loss divided by creep length. അല്ലെങ്കിൽ ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത്, പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, അതാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. അതിനു മുമ്പ് ഈ ഹെഡ് ലോസ് എത്രയാണ്, അല്ലെങ്കിൽ ഹെഡ് ലോസിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് പഠിക്കും. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് ഹെഡ് ലോസ് എന്താണ്. ഞാൻ പറഞ്ഞു, ഹെഡ് കൂടുതലാണെങ്കിൽ അത് ഈ സീപ്പേജ് കൂട്ടും, കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ, കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ വാട്ടർ സീപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഹെഡ് ലോസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തോരം വാട്ടർ അവിടെ ഉണ്ടോ അതാണ് ഹെഡ്. ആ ഹെഡ് മുഴുവൻ ലോസ് ആവും. എത്രയാണോ വാട്ടർ ഉള്ളത് ആ വാട്ടർ മുഴുവൻ ഒരു ഹെഡാണ്, ആ ഹെഡ് മുഴുവൻ ലോസ് ആവും. സോ ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഹെഡ് എന്ന് പറയുന്നത് ഏകദേശം സെയിം തന്നെയാണ്. ഇപ്പം ഈ ശരിക്കും സോ ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്നുള്ളത് എഴുതിയെടുക്കണേ. ഞാൻ ഒന്ന്, ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹെഡ് ലോസ് ഇനി എപ്പോ ഒക്കെ ചോദിച്ചാലും നിങ്ങൾ പറയണം. ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, തേർഡ് മൊഡ്യൂളൊക്കെ എത്തുമ്പോൾ എപ്പോഴും ചോദിക്കും ഹെഡ് ലോസിന്റെ ഇക്വേഷൻ എന്താണുള്ളത് കേട്ടോ. അപ്സ്ട്രീം FSL മൈനസ് ഡൗൺ സ്ട്രീം FSL ആണ് ഹെഡ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെഡ് ലോസ് ഈസ് ഈക്വൽ ടു അപ്സ്ട്രീം FSL മൈനസ് ഡൗൺ സ്ട്രീം FSL. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ എന്തോരം പ്രഷറാണ്, എത്ര ഹെഡ് ഓഫ് വാട്ടർ ആണ് അവിടെ ഉള്ളത്, ഏത് പോയിന്റിനെ വേണമെങ്കിലും എടുത്തു, ആ പോയിന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്തോരം പ്രഷർ ഹെഡ് ഉണ്ട്, അതാണ് ഹെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഹെഡ് ലോസ്. എത്ര ഹെഡ് ഉണ്ടോ അത് നമുക്ക് ലോസ് ചെയ്യുകയും വേണം. സോ
ഹെഡ് ലോസ് ഈസ് അപ്സ്ട്രീം FSL മൈനസ് ഡൗൺ സ്ട്രീം FSL. ഇനി അപ്സ്ട്രീം FSL എന്താണ്? FSL എന്ന് പറയുന്നതാണ് ഫുൾ സപ്ലൈ ലെവൽ. ഫുൾ സപ്ലൈ ലെവൽ ഈ വാക്ക് കേട്ട് പേടിക്കൊന്നും വേണ്ട. FSL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവൽ ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഈ ടോപ്പ് ലെവൽ, ഇതിപ്പം 100 എന്ന് ഞാൻ എഴുതുകയെന്ന് വിചാരിച്ചു, ഇതൊരു റെഡ്യൂസ് ലെവലാണ്. സോ +100 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതാണ് ആ ടോപ്പ് ലെവൽ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഡൗൺ സ്ട്രീമില് ഇതുപോലെ തന്നെ ഒരു വേറൊരു കേസ് പറയാം. ഓക്കെ, ഇത് നിങ്ങളുടെ വേറെ ഇവിടെ ഇതാണ് അപ്സ്ട്രീം FSL. അപ്സ്ട്രീം FSL എന്ന് പറഞ്ഞാൽ ഏറ്റവും അപ്സ്ട്രീമിലുള്ള വാട്ടറിന്റെ ടോപ്പ് ലെവൽ, അതാണ് അപ്സ്ട്രീം FSL. ഇനി ഡൗൺ സ്ട്രീമിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, ഇത്രയും പോർഷൻ ഓഫ് വാട്ടർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിലെ ടോപ്പ് ലെവലാണ് ഡൗൺ സ്ട്രീം FSL എന്ന് പറയുന്നത്. ഡൗൺ സ്ട്രീം FSL എന്ന് പറയുന്നത്. ഓക്കെ, അപ്സ്ട്രീം FSL, ഇവിടെ ഡൗൺ സ്ട്രീം FSL. സോ അപ്സ്ട്രീം FSL എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീമിലെ വാട്ടറിന്റെ ടോപ്പ് ലെവലാണ് അപ്സ്ട്രീം FSL, ഡൗൺ സ്ട്രീമിലെ വാട്ടറിന്റെ ടോപ്പ് ലെവലാണ് ഡൗൺ സ്ട്രീം FSL. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ വേറെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹെഡ് ലോസ് HL ഈസ് ഈക്വൽ ടു, ഈ അപ്സ്ട്രീമിന്റെ വാല്യൂ 100ഉം ഒരു റെഡ്യൂസ് ലെവലാണ്, അപ്സ്ട്രീമിന്റെ വാല്യൂ 100ഉം ഇതൊരു 98ഉം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് HL അങ്ങനെ കണ്ടുപിടിക്കും, upstream FSL minus downstream FSL. സോ നിങ്ങൾക്ക് എത്ര കിട്ടും വാല്യൂ? 2 തന്നെ. അതായത് 100 മൈനസ് 98 എന്ന് ചെയ്യുമ്പോഴത്തേക്കും 2 എന്ന് കിട്ടും. അതാണ് ഹെഡ് ലോസ്. അതായത് ഈ 2 മീറ്റർ ഹെഡ് ഉള്ള വാട്ടർ ഒരു പ്രഷർ താഴേക്ക് കൊടുക്കുന്നുണ്ട്. ആ പ്രഷർ കാരണം എന്ത് പറ്റുന്നുണ്ട്? വാട്ടർ സീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 മീറ്റർ കൊണ്ടുണ്ടാകുന്ന പ്രഷറിനെ നമ്മൾ എങ്ങനെയെങ്കിലും കുറയ്ക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വാട്ടർ ഇങ്ങനെ സീപ്പ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഹെഡ് കുറയുക. ഹെഡ് കുറയുക എന്ന് വെച്ചാൽ പ്രഷർ കുറയുക. ഇവിടെ വരുന്ന പ്രഷർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഉള്ള ഫയലിന്റെ ആ സൈഡിൽ ഉള്ളതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറവായിരിക്കും. ഓക്കെ, ഏറ്റവും എൻഡിൽ എത്തുമ്പോഴത്തേക്കും പ്രഷർ ഒട്ടും തന്നെ ഉണ്ടാവത്തില്ല, 0യിലേക്കൊക്കെ വരും. ഓക്കെ, എത്രയാണ് 2 മീറ്റർ എന്ന് പറഞ്ഞ പ്രഷർ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും തീർന്നു പോകും. ഓക്കെ, സോ ഇതാണ് ഹെഡ് ലോസ്. എന്താണെന്ന് മനസ്സിലായോ? HL ഹെഡ് ലോസ് എന്ന് പറയുന്നത് അപ്സ്ട്രീം FSL മൈനസ് ഡൗൺ സ്ട്രീം FSL വിച്ച് ഈസ് ഈക്വൽ ടു 2 മീറ്റർ. പക്ഷെ നമ്മുടെ കേസ് നോക്കിക്കേ, ഞാൻ പറഞ്ഞ കേസിൽ എന്താ, ഡൗൺ സ്ട്രീമിൽ വെള്ളം ഉണ്ടോ? ഡൗൺ സ്ട്രീമിൽ വാട്ടർ ഇല്ല, അപ്സ്ട്രീമിൽ മാത്രമേ വാട്ടർ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അപ്സ്ട്രീമിൽ വാട്ടർ ഇല്ല, ഐ മീൻ അപ്സ്ട്രീമിൽ വാട്ടർ ഉള്ളൂ, ഡൗൺ സ്ട്രീമിൽ വാട്ടർ ഇല്ല. അപ്പൊ ഇത് ഏത് ലെവല് തന്നെയാ? ഈ ബെഡ് ലെവൽ എത്രയാണോ ആ ബെഡ് ലെവലിനോട് ഈക്വൽ തന്നെ ആയിട്ടായിരിക്കും എടുക്കുക. സോ ഈ കേസ് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹെഡ് എത്രയായിരിക്കും? ഈ വാട്ടറിന്റെ ഡെപ്ത് എത്രയാണോ അത് തന്നെയായിരിക്കും. ഈ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെ ഹെഡ് ലോസ് എന്ന് പറയുന്നത്. ഇത്രയും ഹെഡ് ഉണ്ട്, ആ ഹെഡ് ലൂസ് ചെയ്യണം. സോ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം FSL മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ. ഡൗൺ സ്ട്രീം ബെഡ് ലെവല് സെയിം തന്നെയാണ്. അപ്സ്ട്രീം ബെഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർക്കണ്ട, ഏറ്റവും ബോട്ടം ആ സാൻഡ് കാണുന്ന പോർഷൻ, അതാണ് ബെഡ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്സ്ട്രീം FSL മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ. കാരണം എന്തുകൊണ്ടാ? ഇവിടെ വാട്ടർ ഇല്ലാത്തത് കൊണ്ട്. സോ എത്ര ഹെഡ് ആണോ ഇവിടെ ഉണ്ട് അതായിരിക്കും നിങ്ങളുടെ ഹെഡ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഹെഡ് ലോസ് എന്താന്ന് ഇപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ പറഞ്ഞത് സെക്കൻഡ് കണ്ടീഷൻ ആണ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? ഹെഡ് ലോസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്രീപ്പ് ലെങ്ത്. അതായത് ക്രീപ്പ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ലോസ് കൂടും എന്നാണ് പറഞ്ഞത്. സോ അതാണ് സെക്കൻഡ് കണ്ടീഷൻ. അതിനെ ബേസ് ചെയ്ത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ടായി. ഇത് നോക്കിയാൽ ഹെഡ് ലോസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്രീപ്പ് ലെങ്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഹെഡ് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്രീപ്പ് ലെങ്ത് എന്നല്ലേ പറയുന്നത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഹെഡ് ലോസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ക്രീപ്പ് ലെങ്ത് അല്ലേ? എ കോൺസ്റ്റന്റ് ഇൻറ്റു ക്രീപ്പ് ലെങ്ത്. ഓക്കെ, സോ ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പം ഹെഡ് ലോസ് ഡിവൈഡഡ് ബൈ ക്രീപ്പ് ലെങ്ത് എന്ന് എഴുതിക്കൂടെ? ഡിവൈഡഡ് ബൈ ഈ ക്രീപ്പ് ലെങ്ത് താഴെ വരും.
divided by creep length equal to a constant. ഓക്കെ, ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്താന്ന് പറഞ്ഞു? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഇസ് എ ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത്, യൂണിറ്റ് ക്രീപ്പ് ലെങ്ത് ആണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്, ഈ ബ്ലൈക്ക് തിയറിയിൽ തന്നെ വരുന്ന കേട്ടോ. ഇതാണ് രണ്ട് മെയിൻ തിയറീസ്, മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ രണ്ട് കാര്യങ്ങളും കൂടെ ബ്ലൈക്ക് തിയറി ചോദിക്കുമ്പോൾ എഴുതാനുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് വെച്ചാ ഇതിന്റെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ വരയ്ക്കണം. HGL എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ. ഓക്കെ, ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യണം. സോ ഇതാണ് നിങ്ങളുടെ ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ ഹെഡ് ലോസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ HL, ഇതാണ് HL. കാരണം ബോട്ടത്തിൽ വാട്ടർ ഇല്ലാത്തതുകൊണ്ട് ഇതാണ് HL എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും വാല്യൂ ലോസ് ആവണം. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഇങ്ങനെ ഒരു പൈല് തന്നിട്ടുണ്ട്, അതിന്റെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ HGL എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയുന്നത് എന്താ? FM പഠിച്ചിട്ടുണ്ടോ? അമൃത ആർക്കെങ്കിലും അറിയോ HGL എന്താന്ന്? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയുന്ന ആ ലൈൻ എന്തിനെയാ പ്ലോട്ട് ചെയ്യുന്നത്? FM പഠിച്ച ആരേലും? അലീന അറിയോ? ഇല്ല. ഓക്കെ, സോ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പോയിന്റ്സിലെയും ഹെഡിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയുന്നത്. ലൈൻ കണക്ടിങ് ദ ഹെഡ് ഓഫ് ഈച്ച് ആൻഡ് എവറി പോയിന്റ്. ഇപ്പം നമ്മൾ ഓരോ പോയിന്റ്, ഇപ്പൊ ഈ സ്ട്രക്ചർ എടുക്കുവാണെങ്കിൽ ഇതിലെ ഓരോ പോയിന്റിലെയും ഹെഡിനെ ഡിനോട്ട് ചെയ്ത്, അതായത് അവിടെ വരുന്ന പ്രഷർ ഹെഡ് എന്തോരം ഉണ്ടോ ആ ലൈനിനെ ഡിനോട്ട്, ആ ഹെഡിനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയുന്നത്. അത് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ ഓർക്കുന്നുണ്ടോ? ഓക്കെ, സോ എല്ലാ പോയിന്റ്സിലെയും ഹെഡ് എന്ന് പറയുമ്പോ ഏതൊക്കെ ഹെഡാ ഉള്ളേ? അത് ഓർമ്മയുണ്ടോ? ഏതൊക്കെ ഹെഡാ ഉള്ളേ? പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ്, ഡേറ്റം ഹെഡ്. ഓക്കെ, ഇങ്ങനെ 3 ഹെഡാണ് ഉള്ളത്. HGL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വെലോസിറ്റി ഹെഡും പ്രഷർ ഹെഡും മാത്രം കൂടെ, വെലോസിറ്റി ഹെഡ് ഇല്ല, ഡേറ്റം ഹെഡും പ്രഷർ ഹെഡും കൂടെ മാത്രം ഡിനോട്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ HGL എന്ന് പറയുന്നത്. വെലോസിറ്റി ഹെഡും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് ടോട്ടൽ എനർജി ലൈൻ എന്നും പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു ടോപ്പിക്കില് അല്ലെങ്കിൽ ബ്ലൈക്ക് തിയറി പറയുമ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ് എഴുതുക. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. സ്ട്രക്ചർ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലെ വാട്ടറിന്റെ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ ഈ സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാണ് A എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കുക. A, പിന്നെ ഈ പൈലിന്റെ വാട്ടർ കറങ്ങി അപ്സ്ട്രീം പൈലിന്റെ എൻഡിലെത്തി, സ്റ്റാർട്ടിൽ നിന്ന് എൻഡിലേക്ക് എത്തി. അത് കഴിഞ്ഞ് പിന്നെ പോയി ഇവിടെ C എന്നു, ഇവിടെ D,
ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു കോർണർ പോയിന്റ് ആണ് വാട്ടർ സീപ്പ് ചെയ്യുന്നത്. ഇവിടെ ഇ ആൻഡ് ലാസ്റ്റ് പോയിന്റ് എഫ്. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ഫുൾ ഹെഡും ഉണ്ടായിരിക്കും. കാരണം എന്താ, അവിടുന്നാണ് വാട്ടർ ക്രീപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. സോ വാട്ടർ ക്രീപ്പ് ചെയ്യാൻ പോകുന്ന പോയിന്റിൽ ആ എത്രയാണോ ഹെഡ് ഉണ്ടായിരുന്നത് ആ ഹെഡ് മുഴുവനും ഉണ്ടാവും. ഇനി എല്ലാ പൈലുകൾ എവിടെ വരുന്നോ, പൈൽ എവിടെയൊക്കെ വരുന്നോ ആ പൈലിന്റെ അവിടെ എല്ലാം നിങ്ങൾ ഒരു ലൈൻ നേരെ താഴേക്ക് വരയ്ക്കുക. ഓക്കെ, നേരെ താഴേക്ക്. ഓക്കെ, ഇവിടെ നേരെ താഴേക്ക് ഒരു ഡിപ്രഷൻ പോലെ കൊടുക്കുക. ഇനി അടുത്ത പൈല് വരെ സ്ലോപ്പ് ചെയ്ത് കൊണ്ടുപോവുക, സ്ലോപ്പ് ചെയ്ത് പോവുക. ഇനി ഇവിടെയല്ലേ പൈല് വന്നത്, ആ പൈല് വരുന്നവിടെ അടുത്ത ഡിപ്രഷൻ കൊടുക്കുക. ഓക്കെ, ഇനി സ്ലോപ്പ് ചെയ്യുക. ഇനി അടുത്ത പൈല് എവിടെയാ വരുന്നത്, ഇതാണ് ഏറ്റവും ലാസ്റ്റ് പോയിന്റ്. ലാസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ ഹെഡ് മുഴുവൻ ലോസ് ആയി, അവസാനം ഹെഡ് എന്ന് പറയുന്നത് 0 ആകും. ഇങ്ങനെയാണ് ഏത് കേസ് വന്നാലും നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി വേറൊരു ഫിഗർ വരയ്ക്കാം, അപ്പത്തേക്കും കറക്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇന്നിപ്പം വേറൊരു കേസ് ഞാൻ പറയും. ഇതാണ് നിങ്ങളുടെ വേറെ, ഇവിടെ ഒരു പൈല്, ഇവിടെ ഒരു പൈലും ഉണ്ട്. ഇത് നിങ്ങളുടെ വേറെ. ഓക്കെ, ഇവിടെ ഇത്രയാണ് ഹൈറ്റ് ഓഫ് വാട്ടർ, ബോട്ടത്തിൽ വാട്ടർ ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ, ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നേരെ താഴെ പൈലിന്റെ അവിടെ എല്ലാം ഓരോ ഡിപ്രഷൻ കൊടുക്കണം. പിന്നെ ഇത് നേരെ സ്ലോപ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടോ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ഇവിടെ വേറെ ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് പൈലൊന്നും വരുന്നില്ല, ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആയതുകൊണ്ട് ഏറ്റവും ബോട്ടത്തിലേക്ക് കൊണ്ട് മുട്ടിക്കണം. ഇതാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ. ഇനി ഇതിലെ വാല്യൂസ് ആണല്ലോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിലെ വാല്യൂസ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ ഈ ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്നുമില്ല, എല്ലാ പൈലിലും ഓരോ ഡിപ്രഷൻ കൊടുക്കുക, അടുത്ത പൈല് ജോയിൻ ചെയ്യുന്നവരെ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഒരു പൈല് വരുമ്പോൾ അടുത്ത ഡിപ്രഷൻ, പിന്നെ അടുത്ത പൈലിൽ വരെ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇനി ഇതിലെ വാല്യൂസിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. വാല്യൂസ് പറഞ്ഞുതരാം. അപ്പം ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് HL/L അല്ലെ. HL എന്ന് പറയുന്നത് ഹെഡ് ലോസ് ഡിവൈഡഡ് ബൈ ക്രീപ്പ് ലെങ്ത്, ടോട്ടൽ ക്രീപ്പ് ലെങ്ത്. എല്ലിന്റെ വാല്യൂ ഇന്നലെ എഴുതിയിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു എല്ലിന്റെ വാല്യൂ? 2 × D1 + D2 + D3 + B. ഇതാണ് എല്ലിന്റെ വാല്യൂ. സോ HL/L എന്ന് പറയുന്നതാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മീറ്ററിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ലെങ്തില് ഒരു 1 മീറ്റർ ക്രീപ്പിന് എത്രയാണ് ഹെഡ് ലോസ് എന്നുള്ളത് അല്ലെ. ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എന്ത്, ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. 1 മീറ്ററിലുള്ളത് എത്രയാ? അപ്പം HL/L എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരു 2 മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം നമ്മള്? 1 മീറ്ററിലെ ക്രീപ്പ് എന്ന് പറയുന്നത് HL/L ആണ്. 1 മീറ്റർ ലെങ്തിലെ ക്രീപ്പ് എന്ന് പറയുന്നത് HL/L ആണ്. അങ്ങനെയാണ് 2 മീറ്ററിലെ ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 × HL/L. അങ്ങനെയാണെങ്കിൽ ഒരു D1 മീറ്റേഴ്സിലുള്ള ഹെഡ് ലോസ് എത്രയായിരിക്കും? D1 × HL/L. ഓക്കെ, സോ ഈ ഒരു കേസ് പറയുവാണ്, എയിൽ നിന്ന് ബി വരെ, ഓക്കെ. സോ ഹെഡ് ലോസ് എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന എല്ലാ ഹെഡും ആണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ ആ ഒരു ഹെഡ് മുഴുവനുണ്ട്. പിന്നെ വരുമ്പോൾ ലോസ് ആയി. ഓക്കെ, അതായത് വാട്ടർ ക്രീപ്പ് ചെയ്തു, എയിൽ നിന്ന് ബി വരെ ക്രീപ്പ് ചെയ്തു. എ എന്ന് പറയുന്ന പോയിന്റ് അപ്സ്ട്രീം പൈലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അവിടുന്ന് ബി വരെ ക്രീപ്പ് ചെയ്തു. അപ്പൊ ക്രീപ്പ് ലെങ്ത് എത്രയാ?
എയിൽ നിന്ന് ബി വരെ വാട്ടർ ക്രീപ്പ് ചെയ്ത അത്രയും ലെങ്ത് എത്രയാ? 2 into d1 ആണ്. സോ അത്രയും 2d1 എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഹെഡ് ലോസ് എത്രയായിരിക്കും? 2d1 എന്ന് പറയുന്ന 2d1 into HL/L. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഹെഡ് ലോസ് ആണ് ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഹെഡ് ലോസ് എന്ന് പറയുന്ന അപ്പൊ എത്ര വരും? 2 into d1 HL/L എന്ന് വരും. ഓക്കെ, അപ്പൊ അതാണ് കൺസെപ്റ്റ്. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ലെങ്തിൽ എത്ര ലോസ് ഉണ്ട്, അതാണ് HL/L. അപ്പം 1 മീറ്ററിന് HL/L ആണെങ്കിൽ d1 മീറ്റർ എന്ന് പറയുമ്പോൾ d1 into HL/L അത്രയും ഹെഡ് ലോസ് ഉണ്ടാവും. d1 ഡിസ്റ്റൻസ് ക്രീപ്പ് ചെയ്താൽ d1 into HL/L എന്ന് പറയുന്ന ഹെഡ് ലോസ് ഉണ്ടാവും. ഈ കാണുന്നത് ഹെഡ് ലോസ് ആണ്. ഓക്കെ, അപ്പൊ എയിൽ നിന്ന് ബി വരെ ക്രീപ്പ് ചെയ്ത് എത്തുക എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് സീപ്പ് ചെയ്തു? 2 into d1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സീപ്പ് ചെയ്തു. 2 into d1 ഡിസ്റ്റൻസ് സീപ്പ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹെഡ് ലോസ് എന്ന് പറയുന്നത് 2 into d1 into HL/L ആണ്. ഇനി ഈ ബി എന്ന് പറയുന്ന പോയിന്റിലെ റെസിഡ്യുവൽ ഹെഡ് എന്താന്ന് അറിയണം. റെസിഡ്യുവൽ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ മിച്ചമുള്ള ഹെഡ് എത്ര? അവിടെ മിച്ചമുള്ള ഹെഡ് എത്രയായിരിക്കും? ടോട്ടൽ HL ആയിരുന്നു, ക്രീപ്പ് ചെയ്തപ്പോഴത്തേക്കും ലോസ് ആയി. എത്ര ലോസ് ആയി? 2d1 HL/L ലോസ് ആയി. അപ്പൊ ഇനി മിച്ചമുള്ള ഹെഡ് എത്രയായിരിക്കും? HL minus 2 into d1 HL/L ആയിരിക്കും ഇവിടെ വരുന്ന റെസിഡ്യുവൽ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഞാൻ എയിൽ നിന്ന് ഡി ചോദിക്കുവാന്ന് വിചാരിച്ചോ. A to D വരെ ക്രീപ്പ് ചെയ്തപ്പോ എത്ര ഹെഡ് ലോസ് ഉണ്ടായി എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എയിൽ നിന്ന് വാട്ടർ സീപ്പ് ചെയ്ത് ഡി വരെ എത്തി. അങ്ങനെയാണെങ്കിൽ ഹെഡ് ലോസ് എത്രയായിരിക്കും? അനന്തു, എയിൽ നിന്ന് ഡി വരെ വാട്ടർ സീപ്പ് ചെയ്യുമ്പോഴത്തേക്കും എത്ര ഹെഡ് ലോസ് ഉണ്ടാവും? HL minus അല്ല, ഹെഡ് ലോസ് അനുസരിച്ച് എത്ര ക്രീപ്പ് ചെയ്തു? 2 into d1 plus d2 d2 പ്ലസ് ഇത് L1 ആണെന്ന് വിചാരിച്ചു. പ്ലസ് L1 അത്രയാണ് ക്രീപ്പ് ലെങ്ത്. അപ്പൊ ഹെഡ് ലോസ് എത്രയാ? ഹെഡ് ലോസ് ഈ 2 into d1 plus d2 plus L1 into HL/L. അമേരിക്കൻ. ഓക്കെ, സന്തോഷം എനിക്ക്. അപ്പം HL/L ഇത്രയാണ് ഹെഡ് ലോസ് എന്ന് പറയുന്നത്. റെസിഡ്യുവൽ ഹെഡ് അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ഈ d2 വരെയുള്ള ഹെഡ് ലോസ് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ മിച്ചമുള്ള ഹെഡ് എത്രയായിരിക്കും? റെസിഡ്യുവൽ ഹെഡ് ഇപ്പൊ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്. 2 into d1 plus d2 plus L1 into HL/L എന്ന് പറയുന്നതാണ് നിങ്ങളുടെ അത്രയും ഡിസ്റ്റൻസിലെ ഹെഡ് ലോസ്. ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് കിട്ടിയത്. റെസിഡ്യുവൽ ഹെഡ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ടോട്ടൽ HL നിന്ന് ഈ ഒരു വാല്യൂ മൈനസ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെയാണ് പറയുന്നത്. അത് എയിൽ നിന്ന് ഡി വരെ ആണെങ്കിൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്, ഇപ്പം വേറൊരു കേസ് കൂടെ പറഞ്ഞുതരാം ലാസ്റ്റ്. എനിക്ക് ഈ ഒരു ഡിപ്രഷൻ എത്രയാണ്, ഇത്രയും ഡിപ്രഷൻ എത്രയാണെന്നുള്ളത് അറിയണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു ഡിപ്രഷൻ എവിടം തൊട്ട് എവിടം വരെ വാട്ടർ സീപ്പ് ചെയ്യുമ്പോൾ കാണുന്നതാ? സിയിൽ തൊട്ട് ഡി വരെ വാട്ടർ സീപ്പ് ചെയ്യുമ്പോൾ എത്ര ഹെഡ് ലോസ് ആയി എന്നുള്ളതാണ് ഈ ഡിപ്രഷൻ കാണിക്കുന്നത്. ഓക്കെ, അവിടെ ഒരു ഹെഡ് ലോസ് ആദ്യം തൊട്ടേ ഉണ്ടായി വന്നു. പക്ഷെ ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് എത്രയാന്ന് വെച്ചാൽ ആ ഒരു പോയിന്റിൽ മാത്രം, അതായത് ഇന്റർമീഡിയറ്റ് പൈലിനെ മാത്രം വാട്ടർ സീപ്പ് ചെയ്തപ്പോൾ എത്ര ഹെഡ് ലോസ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം സി തൊട്ട് ഡി വരെ വാട്ടർ സീപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ഹെഡ് ലോസ് ആണ് വേണ്ടത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കും? സി തൊട്ട് ഡി വരെ മാത്രം വാട്ടർ സീപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ഹെഡ് ലോസ് എങ്ങനെ കണ്ടുപിടിക്കും?
ദിയ ദിയ ഓക്കെ. ഈ സി തൊട്ട് ഡി വരെ മാത്രം വാട്ടർ സീപ്പ് ചെയ്തപ്പോ ഉണ്ടായ ഹെഡ് ലോസ് എത്രയാ? എത്രയാ ക്രീപ്പ് ലെങ്ത്? സി ടു ഡി വരെ എത്രയാ ക്രീപ്പ് ലെങ്ത്? സി ടു ഡി വരെ മാത്രം ഉള്ള ക്രീപ്പ് ലെങ്ത്, സിയിൽ നിന്ന് ഡി വരെ ക്രീപ്പ് ചെയ്ത ലെങ്ത് എത്രയാ? 2 ഇൻറ്റു ഡെപ്ത് എന്ന് പറയുന്നത് D2 ആയിട്ട് എടുത്തോ. അപ്പൊ 2 ഇൻറ്റു D2 അത്രയല്ലേ ഉള്ളൂ. സി തൊട്ട് ഡി വരെ എന്തോരം ഡിസ്റ്റൻസേ ഉള്ളൂ? സി ടു ഡി മാത്രമേ ഉള്ളൂ. അതായത് ഈ ഇന്റർമീഡിയറ്റ് പൈലിന്റെ സ്റ്റാർട്ട് തൊട്ട് സീപ്പ് ചെയ്തു, അപ്പം ഇത് D2. പിന്നെ അടുത്ത് അതിന്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ സീപ്പ് ചെയ്തു, അപ്പൊ പിന്നെയും D2. അപ്പൊ 2 ഇൻറ്റു D2 എന്നല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ അത്രയാണ് സി ടു ഡി വരെയുള്ള ക്രീപ്പ് ലെങ്ത്. 2 ഇൻറ്റു D2 ആണ്. അങ്ങനെയാണെങ്കിൽ ഹെഡ് ലോസ് എത്രയാ? D2 ലെങ്തിലുള്ള ഹെഡ് ലോസ് എത്രയായിരിക്കും? 2 ഇൻറ്റു D2 ലെങ്തിലുള്ള ഹെഡ് ലോസ് 2 into D2 into HL by L. ഓക്കെ, ഇത്രയാണ് ഹെഡ് ലോസ് എന്ന് പറയുന്നത്. സോ 2 ഇൻറ്റു D2 ഇൻറ്റു HL by L ആയിരിക്കും ഇവിടുത്തെ ഹെഡ് ലോസ്. 2 ഇൻറ്റു D2 ഇൻറ്റു HL by L. ഓക്കെ, ഇനി ലാസ്റ്റ് E2F വരെ ഉള്ളത് ഷൈറ ഈ E2F വരെ വാട്ടർ ക്രീപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹെഡ് ലോസ് എത്രയാ? D2 into D3 into HL by 2 into D3 into HL by L. ഓക്കെ, ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗറിൽ ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്തതെന്ന് മനസ്സിലായി. ഇനി ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് ആ പോയിന്റിലെ റെസിഡ്യുവൽ ഹെഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങളോട് തന്നിരിക്കുക, ഈ എന്ന് പറയുന്ന പോയിന്റിലെ ഉണ്ടാകുന്ന ഹെഡ് എത്രയാണ്? ഓക്കെ, ഇത്രയും ഹെഡാണ് ഈ എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്നത് അല്ലെ? ഈ ഒരു ഹെഡ്. ഓക്കെ, അതപ്പൊ ഈ ഫിഗറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ എന്ന് പറയുന്ന പോയിന്റിലെ ഹെഡ്. അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുക, ഈ ഒരു പോയിന്റ് എടുത്തു, ഇത്രയും ഡിസ്റ്റൻസ് L1, ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ്. അതായത് ഇന്റർമീഡിയറ്റ് പൈലിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിന്റിലെ റെസിഡ്യുവൽ ഹെഡ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയായിരിക്കും റെസിഡ്യുവൽ ഹെഡ് കണ്ടുപിടിക്കുക? പല രീതിയിൽ കണ്ടുപിടിക്കാം. ഞാനിപ്പോ പഠിപ്പിച്ചു തന്ന രീതിയിലാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ എങ്ങനെ വരും? ആദ്യം തന്നെ അവിടെ ഉണ്ടായ ഹെഡ് ലോസ് കണ്ടുപിടിക്കുക. ഹെഡ് ലോസ് എക്സ് വരെയുള്ള ഡിസ്റ്റൻസിലേക്ക് ഉണ്ടായ ഹെഡ് ലോസ് എത്രയാ? എങ്ങനെ കണ്ടുപിടിക്കും? ക്രീപ്പ് ലെങ്ത് ഇൻറ്റു ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. എക്സ് വരെയുള്ള ക്രീപ്പ് ലെങ്ത് എത്രയാ? 3 ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ക്രീപ്പ് ലെങ്ത് എത്രയാ? 2 into D1 plus L1 plus 2 into D2 plus X into HL by L. ഇത്രയാണ് ഹെഡ് ലോസ് എന്ന് പറയുന്നത്. അല്ല സോറി, ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. ഇൻറ്റു HL by L ചെയ്യുമ്പോൾ ഹെഡ് ലോസ് കിട്ടി. ഞാൻ പറഞ്ഞത് എന്തായിരുന്നു കണ്ടുപിടിക്കാൻ? റെസിഡ്യുവൽ ഹെഡ്. അങ്ങനെയാണ് എങ്ങനെ കണ്ടുപിടിക്കും റെസിഡ്യുവൽ ഹെഡ്? HL minus head loss. HL minus ഈ ഹെഡ് ലോസ് ചെയ്താൽ മതി. ഈ കൺസെപ്റ്റ് ക്ലിയർ ആണോ എന്ന് മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുവോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ക്ലിയർ ആണോ അല്ലയോ എന്നുള്ളത്? യെസ് മനസ്സിലായി. ഓക്കെ. സോ
അതാണ് മെയിൻ ആയിട്ട് ബ്ലൈക്ക് തിയറിയുടെ. ആദ്യമേ നിങ്ങൾ ബ്ലൈക്ക് തിയറി എന്താന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം രണ്ട് തിയറി, ആ രണ്ട് കാര്യങ്ങൾ എഴുതുക. എന്തൊക്കെയായിരുന്നു ആ കാര്യങ്ങൾ? വാട്ടർ ക്രീപ്പ് ചെയ്യുന്ന water flows creeps along the bottom contour of the structure, and second one is head loss is directly proportional to creep length. Therefore hydraulic gradient is a constant, and hydraulic gradient എന്താണ്? is the head loss per unit length. എന്നിട്ട് ഈ ഫിഗർ വരച്ചിട്ട് ഈ ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്താൽ മതി. എക്സ് ഒന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പഠിച്ചു തന്നതാണ്. ഓരോ പൈലിന്റെ ആ ഒരു പോർഷനിൽ മാത്രം എത്ര ഹെഡ് ലോസ് ഉണ്ടാവുന്നുണ്ട്? 2d1 into HL/L, അടുത്തതിൽ 2d2 HL/L, ഈ ഒരു വാല്യൂസ് എഴുതുക. സോ അപ്പൊ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പം ഇനി മൂന്നാമത്തെ കാര്യം, ഇതാണ് സെക്കൻഡ് കാര്യം. ഫസ്റ്റ് നമ്മൾ ആ രണ്ട് കാര്യങ്ങൾ എഴുതുന്നു, രണ്ടാമത് ഈ ഫിഗർ വരയ്ക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലൈക്സ്ക്ക് എന്തിനാ ഈ തിയറി ഉണ്ടാക്കിയത്? വെയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡിസൈൻ നമുക്ക് വേണം, അല്ലെ? വെയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡിസൈൻ വേണം. അതിനുവേണ്ടി രണ്ട് സേഫ്റ്റി മെഷേഴ്സ് പറഞ്ഞു. സേഫ്റ്റി അഗെയിൻസ്റ്റ് സബ്സർഫസ് ഫ്ലോയിൽ എന്തൊക്കെ ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നത്? സബ്സർഫസ് ഫ്ലോ കാരണം ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ് എന്തൊക്കെയാ? ഫെയിലിയർ മോഡ്സ്, രണ്ട് ഫെയിലിയേഴ്സ് ഇന്നലെ പഠിപ്പിച്ചില്ലായിരുന്നോ? ഫെയിലിയർ, വെയറിന് ഫെയിലിയർ, പൈപ്പിങ്. അപ്പൊ നമ്മൾ പൈപ്പിങ്ങിനെ സേഫ് ആക്കണം. സേഫ്റ്റി അഗെയിൻസ്റ്റ് പൈപ്പിങ് മൂന്നാമത്തെ പോയിന്റ് ആണ് പറയുന്നത്. രണ്ട് സേഫ്റ്റി, ഈ പൈപ്പിങ് അഗെയിൻസ്റ്റ് ആയിട്ട് സേഫ് ആകാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തന്നു. ഇനി സേഫ്റ്റി അഗെയിൻസ്റ്റ് അപ്ലിഫ്റ്റ് പ്രഷർ, അഗെയിൻസ്റ്റ് അപ്ലിഫ്റ്റ് പ്രഷർ. സോ ഈ രണ്ട് കൺസെപ്റ്റും കൂടെ, അതെങ്ങനെ പൈപ്പിങ്ങിനെയും അപ്ലിഫ്റ്റ് പ്രഷറിനും വരുവാണെങ്കിലും വേറെ എങ്ങനെ സേഫ് ആയിട്ട് ഇരുത്താൻ പറ്റും, അതിന് വേണ്ട സേഫ്റ്റി മെഷേഴ്സ് രണ്ടെണ്ണം പറഞ്ഞു തന്നു. അതാണ് മൂന്നാമത്തെ കൺസെപ്റ്റ്. അത് നമുക്ക് നാളെ പഠിക്കാം. സോ ബ്ലൈക്ക് തിയറി എന്ന് പറയുന്നത് ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി എങ്ങനെ പൈപ്പിങ്ങിനും അപ്ലിഫ്റ്റ് പ്രഷറിനും എങ്ങനെ സേഫ് ആക്കാം എന്നുള്ളത് നാളെ പഠിച്ചുതരാം. ഓക്കെ, ഇന്ന് പഠിപ്പിച്ചത് ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോയിക്കോ. ഡൗട്ട് ഇല്ലെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ.